എല്ലാവർക്കും നമസ്കാരം. പലരും ആശ്ചര്യത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട്. കാരണം ഇതിനു മുമ്പ് എവിടെന്നെങ്കിലും എടുത്ത് നമ്മൾ കണ്ടതല്ല. എൻ്റെ സംഗീത സംവിധാനത്തിന് എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് അത് മാക്സിമം നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ മറ്റൊരു ഫീൽഡിൽ അതേപോലെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് മനോജ് ചെറിയാനാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് ഒരു വളരെ വലിയ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് ഇപ്പോൾ ഒരു നേട്ടമുണ്ടായ സമയമാണ്. എൻ്റെ സ്വന്തം ഒരു കമേഴ്സ്യൽ ബിൽഡിംഗ് തൃശ്ശൂർ പറവട്ടാനി ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓംക ടവർ എന്നാണ് പേര്. അതിന് എനിക്ക് ഏറ്റവും തുണയായതും എന്നെ ഒരുപാട് സഹായിച്ചതും ഒരു വ്യക്തിയാണ്, മനോജ് ചെറിയാൻ. അദ്ദേഹം ഇവിടെ തൃശ്ശൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡറാണ്. അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരാണ് സിമ്പിൾ കൺസ്ട്രക്ഷൻസ്. ഇപ്പം നിങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ ഇതിൽ വരും, കാണാം. ഇതിൻ്റെ എലിവേഷൻ, ഇതിൻ്റെ സൈസ്, ഇതിൻ്റെ ഉള്ളിലത്തെ കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ പില്ലറില്ലാണ്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ സാധാരണ ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ചെറിയ ബിൽഡിങ്സിനൊക്കെ ചെറിയ നടുവിൽ പില്ലറൊക്കെ വെച്ച് ഒരുപാട് വേസ്റ്റേജ് വരുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും വന്നിട്ട് ബിൽഡിംഗ് കാണുമ്പോൾ ഇതെങ്ങനെ ഇതെന്ത് സംഭവം. പലരും ആശ്ചര്യത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട്. കാരണം ഇതിൻ്റെ കോൺക്രീറ്റ് തിക്നെസ്, പിന്നെ ഈ പില്ലറില്ലാത്ത ഈ കൺസ്ട്രക്ഷൻ. ദർ ഈസ് നോ ആർക്കിടെക്ട്. അദ്ദേഹം ദ സോൾ, വൺ മാൻ ഷോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പം ഞാൻ എങ്ങനെയോ എൻ്റെ സംഗീത സംവിധാനത്തിന് എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് അത് മാക്സിമം നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ മറ്റൊരു ഫീൽഡിൽ അതേപോലെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് മനോജ് ചെറിയാനാണ്. എന്നെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഇതിൻ്റെ സാമ്പത്തിക സൈഡ് എന്നെ വളരെയധികം അഡ്വൈസ് ചെയ്ത് അതെങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് ആ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ പണി കംപ്ലീറ്റ് ആക്കിയത്. എൻ്റെ ബിൽഡിങ്ങിലല്ല, എനിക്ക് തോന്നുന്നത് അദ്ദേഹം കെട്ടുന്ന ഏതൊരു ബിൽഡിങ്ങിലും അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പും ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു സവിശേഷത, ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം തന്നെ നമുക്കിവിടെ അടുത്ത് വേറൊരു ബിൽഡിങ്ങിലും കാണാത്ത രീതിയിലുള്ള, കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ വല്ല ഫോറിൻ കൺട്രീസിലൊക്കെ പോയ ഒരു ലുക്കാണ് ഇതിൻ്റെ എലിവേഷൻ വർക്കിൽ വന്നിരിക്കുന്നത്. ബിൽഡിങ്ങിന് ഒരു ക്ലാസിക് ലുക്ക്, എന്നാൽ എല്ലാ കളർഫുൾനെസ്സും അതിലുണ്ടാവും. ഇതെല്ലാം കൂടി ഒത്തുചേർന്ന മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുമ്പോൾ. എത്ര വർഷം കഴിഞ്ഞാലും അതിനതിൻ്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ അതൊരുപാട് സഹായിക്കും.